ഇവരിപ്പോൾ മിഞ്ഞാന്ന് മന്ത്രി അവിടെ ഉണ്ടായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. മന്ത്രി അവിടെ വന്നിട്ടും അവിടെ കാണാൻ ഞങ്ങൾ പരാതി കൊടുത്തിട്ട് കാണാൻ വരാമെന്ന് പറഞ്ഞിട്ട് മന്ത്രി അവിടെ നമ്മുടെ അടുത്തേക്ക് വന്നിട്ടൊന്നുമില്ല. പിന്നെ എന്താ പറയുക, അവിടെ ഇനിയിപ്പോൾ അവിടെ നിന്ന് മാറ്റാനാണെങ്കിൽ സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് ഇതില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ അവിടെ ഇങ്ങനെ കടത്തിയിട്ടുള്ളത്. ഇപ്പോൾ അവിടെ എന്താ വെച്ചാൽ അവർ ഒരു കാര്യങ്ങളൊന്നും നമ്മളോട് കറക്റ്റ് തുറന്ന് പറയുന്നില്ല. അവിടുത്തെ ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ കണ്ടിട്ട് ഇപ്പോൾ മുറീൻ്റെ അവസ്ഥ പറഞ്ഞാൽ ആകെ പഴുപ്പൊക്കെ കയറിയിട്ട് എന്തൊക്കെ പോലെ ആയിട്ടുണ്ട്. അവർ ടെസ്റ്റ് ചെയ്ത് ഓരോ റിസൾട്ട് കൊണ്ട് അവിടുത്തെ അമ്മമ്മേൻ്റെ അവസ്ഥ അവർ പറഞ്ഞു തരുന്നില്ല നമുക്ക്. പിന്നെ അവിടെ നിന്നാൽ തന്നെ അറിയുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ കുറേ പരാതി കൊടുത്ത സ്റ്റേഷനിൽ 2 വട്ടം ഞങ്ങൾ പോയിട്ട് പരാതി കൊടുത്തു. FIR ഇടാൻ ഇതുവരെ പോലീസുകാർ ഇതായിട്ടില്ല. CI വരട്ടെ, CI പുറത്താണ്, പറയട്ടെ, വിളിക്കും, പിന്നെ പരാതി കൊടുക്കാൻ വേണ്ടി നമ്മളെ മൊഴി എടുക്കാൻ വിളിക്കുന്നൊക്കെ പറഞ്ഞാൽ അവർ നമ്മളെ അവോയ്ഡ് ചെയ്യാണ്. എന്ന് ചെന്നാലും ഇപ്പോൾ മിഞ്ഞാന്ന് 8-ാം തീയതി പോയി, കഴിഞ്ഞ 3-ാം തീയതി പോയി, അവിടെ നിന്നൊരു പേപ്പർ ഞങ്ങൾക്ക് തന്നു, പരാതി സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ട് അവരതും നോക്കണില്ല. ഇപ്പം എല്ലാം കൊണ്ട് ഞങ്ങൾക്കിപ്പോൾ അവിടെ ഡോക്ടർമാർ ഒന്ന് തുറന്ന് പറയാം. മെയിൻ ഡോക്ടർ പറയുന്നുണ്ട്, ഡ്രസ്സ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇന്നലെ ഡ്രസ്സ് ചെയ്തിട്ടില്ല. നമ്മളെ അവസ്ഥ ഇപ്പോൾ അത്രയ്ക്ക് മോശമായിട്ടുണ്ട്. ഇവരിപ്പോൾ മിഞ്ഞാന്ന് മന്ത്രി അവിടെ ഉണ്ടായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. മന്ത്രി അവിടെ വന്നിട്ടും അവിടെ കാണാൻ ഞങ്ങൾ പരാതി കൊടുത്തിട്ട് കാണാൻ വരാമെന്ന് പറഞ്ഞിട്ട് മന്ത്രി അവിടെ നമ്മുടെ അടുത്തേക്ക് വന്നിട്ടൊന്നുമില്ല. പിന്നെ എന്താ പറയുക, അവിടെ ഇനിയിപ്പോൾ അവിടെ നിന്ന് മാറ്റാനാണെങ്കിൽ സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് ഇതില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ അവിടെ ഇങ്ങനെ കടത്തിയിട്ടുള്ളത്. നമ്മളെ അവസ്ഥ ഇപ്പോൾ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പോൾ ഈ ചെയ്തു വെച്ച ഡോക്ടർമാർക്കാണെങ്കിലും നമ്മളെ അവസ്ഥ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. ഡോക്ടർമാർ വിദേശത്താണ് പറഞ്ഞു, ഒരു കറങ്ങാൻ അവർക്ക് പൈസ ഉണ്ടായിട്ട് അവരിങ്ങനെ കറങ്ങി നടക്കുകയാണ്. നമ്മൾ സൂപ്രണ്ടിന് പരാതി കൊടുത്തു, DMOക്ക് കൊടുത്തു, DMO ഒന്നും പറയുന്നില്ല. അതാണിപ്പോൾ ഞങ്ങളെ അവസ്ഥ. ഒരു നടപടി ആരും ഇതുവരെ ഒരു മറുപടി തന്നിട്ടില്ല. അതിലിപ്പോൾ ചീഫ് മിനിസ്റ്ററിൻ്റെ ഇതിൽ നിന്നൊരു മെയിൽ മാത്രം വന്നിട്ടുണ്ട്. അവർ ഒരു മെയിൽ വന്നിട്ടുണ്ട്, ആരോഗ്യമന്ത്രിക്ക് കൈമാറുമെന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ മാത്രം തന്നിട്ടുള്ളൂ. അല്ലാതെ വേറെ ഒന്നും ഇതുവരെ ആരും വിളിച്ചിട്ടില്ല. പിന്നെ ഈ ഹ്യൂമൻ ജസ്റ്റിസിൻ്റെ ആൾക്കാരുണ്ട് നമ്മളിപ്പോൾ, ഓരാണിപ്പോൾ ഞങ്ങൾക്ക് ആകെ വന്നിട്ടില്ല. ഞങ്ങളിപ്പോൾ വന്നത് ഈ പരാതി കണ്ടിട്ട് ഞങ്ങളിങ്ങനെ വാർത്ത കൊടുത്തപ്പോൾ ഒരു മാത്രമേ ഞങ്ങളിപ്പം വന്നില്ല. വേറെ ഒരു പാർട്ടീൻ്റെ ആൾക്കാർ നമുക്ക് ഇതുവരെ നമ്മൾ സഹായിക്കാനോ ഒന്നിനും വന്നിട്ടില്ല. അവിടുത്തെ അവസ്ഥ കാണാനോ അത് ചോദിക്കാനോ ചെയ്ത ഡോക്ടർമാർക്കോ ആ ഹോസ്പിറ്റൽ സൂപ്രണ്ടിനോ ആർക്കും ഒരു ഇതില്ല. എന്താണ് രോഗി ഇങ്ങനെ ഉണ്ടോ എന്ന് അന്വേഷിക്കാനും കൂടി. ഇപ്പോൾ സൂപ്രണ്ട് എന്നെ 4 ദിവസം മുന്നേ സൂപ്രണ്ട് വിളിച്ചു. ഞാൻ വിവരാവകാശം വെച്ചിട്ട് ഫയലാൾ മഞ്ചേരിത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനവിടെ അപേക്ഷ കൊടുത്തിരുന്നു. അതിനുണ്ട് സൂപ്രണ്ട് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, പിന്നെ പരാതിൻ്റെ ഇത് റിസൾട്ട് കിട്ടണമെങ്കിൽ പേഷ്യൻ്റ് വരണമെന്ന്. ഇവർ ഈ മുറി ആകെ അങ്ങനെ ആക്കി വെച്ചിട്ടേ നരമ്പ് മുറിച്ച് വെച്ചാൽ പേഷ്യൻറ്റിനെ കൊണ്ടുപോകണം, ഞാൻ പോയിട്ട് ഇത് റിസൾട്ട് വാങ്ങി കൊണ്ടുവരാനാണ്. അങ്ങനെയൊക്കെയാണ് അവർ പറയണത്. മെഡിക്കൽ കോളേജിലെ വേണ്ടത്ര സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടും പിന്നെ ഗുരുതരാവസ്ഥയിലായതുകൊണ്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയതെന്നായിരുന്നു റിപ്പോർട്ട്, സൂപ്രണ്ടിൻ്റെ റിപ്പോർട്ട്. അതിലിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരും സൂപ്രണ്ടൊക്കെ എന്താ പറയുന്നത്? ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ചെല്ലുമ്പോഴാണ് നരമ്പ് മുറിഞ്ഞ കാര്യം ഞങ്ങൾ അറിയണത്. അതിൻ്റെ മുന്നേ നമുക്കിത് അറിയില്ലല്ലോ എന്താ സംഭവം. ഓരോ കുറേ ടെസ്റ്റ് ചെയ്തു സൂപ്രണ്ട് ഞങ്ങൾക്ക് തന്ന മറുപടിയിലല്ല, പത്രക്കാർക്ക് കൊടുത്ത മറുപടിയിൽ പറയുന്നുണ്ട് കുറേ ടെസ്റ്റ് ചെയ്തു എന്നിട്ട് ഓക്സിജൻ കുറവായിട്ട് മാറ്റിയെന്ന്. അതൊന്നല്ല, ഒരാകെ കാലുമേ പ്രഷർ ചെക്ക് ചെയ്തു അന്ന് രാത്രിയിൽ. എന്നിട്ട് മറ്റേ മെഡിപ്പുണ്ടോ നോക്കണ സാധനം ഉണ്ടല്ലോ, അത് വെച്ച് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ പിന്നെ രാത്രി വരെ ആക്കിയതാണ്, കാരണം അത്രയും നേരം ആകുമ്പോൾ നമുക്ക് പിന്നെ ഒന്നും പറയാമല്ലോ, അതുകൊണ്ട് വൈകുന്നേരം വരെ ആക്കിയിട്ട് ഒരു വൈകുന്നേരം ആയപ്പോൾ ഒരു പൊയ്ക്കോന്ന് പറഞ്ഞാണ്. ഫുള്ള് ആംബുലൻസും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയത് അവിടുത്തെ ഡോക്ടറാണ്. നമ്മളൊന്നും പറഞ്ഞിട്ടില്ല, കൊണ്ടുപോകുന്ന കാര്യം. ഞങ്ങൾ അവിടെ നിന്ന് എവിടെയും ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു, CT സ്കാൻ എന്തെങ്കിലും എടുത്തുകൊണ്ടിരാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇവിടെ ഇതിൻ്റെ സാധനങ്ങളൊന്നുമില്ല, നിങ്ങൾ ഇവിടെ നിന്ന് വെച്ചാൽ ചെയ്തോളി, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളി. പിന്നെ എന്തിനാ ഈ മെഡിക്കൽ കോളേജിൻ്റെ പേരും വെച്ചിട്ട് അങ്ങനെ ഒരു നല്ല ഹോസ്പിറ്റലാണ് പറഞ്ഞാൽ നടക്കുന്നത്? എന്തിനാ ഒരു പേരൊക്കെ മാറ്റി നടക്കണ്ടേ? നമ്മളിപ്പോൾ അത് കണ്ടിട്ടല്ലേ, അല്ലാതെ നടക്കാൻ വയ്ക്കുക. അവിടെ നടന്നു പോയതാണ് അവിടെ ഞങ്ങൾ. എന്നിട്ടാണ് ഇപ്പോൾ വൈകുന്നേരം ഇങ്ങനെ ഒരു അവസ്ഥയ്ക്ക് എത്തിച്ചത് ഒരു. ഞങ്ങളിപ്പോൾ അവിടെ പരാതി കൊടുത്തപ്പോൾ മിഞ്ഞാന്ന് മുഖ്യമന്ത്രി വന്നപ്പോൾ അവിടെ ആരോഗ്യമന്ത്രി വന്നപ്പോൾ അവിടെ നിന്ന് എല്ലാവരും ചോദിക്കുക പരാതി കൊടുക്കാൻ പോകണില്ലേ. നമ്മൾ പരാതി കൊടുത്തത് ഞങ്ങൾക്ക് വലിയ ഇത് കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഞങ്ങളെ അവസ്ഥയും കൊണ്ടാണ് കൊടുത്തു പോണത്. അത് ഓരോ നമ്മളെന്തോ ചെയ്ത പോലെയാണ് ഓരോ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ. ഇതോടുകൂടി ഇപ്പോൾ 5 സർജറി ചെയ്ത് കഴിഞ്ഞു. ഈ 5 സർജറി ചെയ്ത് കഴിഞ്ഞിട്ടും ആ കാലിനൊരു മൂവ്മെൻ്റ് ആയിട്ട് നമ്മൾ കാണുന്നില്ല. പിന്നെ ഭയങ്കര ഇൻഫെക്ഷനും പഴുപ്പും ഇതൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ പൈപ്പ് ഇതൊക്കെ വലിച്ചെടുക്കണ മെഷീന് ആദ്യം വെച്ച് 15,000 രൂപ കൊടുത്താണ്ട് അതിൻ്റെ സാധനങ്ങൾ കൂട്ട് ഇതായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് 5ാമത്തെ സർജറി ചെയ്തപ്പോൾ ആ പൈപ്പ് എടുത്തിട്ട് 2 പിന്നെ ട്യൂബ് വേറെ സാധനം വെച്ചായിരുന്നു. അതിൽ കിട്ടില്ല. പിന്നെ രണ്ടാമതും ഈ മെഷീൻ തന്നെ പൈപ്പ് ഇതൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഡോക്ടർക്ക് തന്നെ അത് അറിയുന്നില്ല എന്താ സംഭവം. ഓരോ ദിവസം ഇങ്ങനെ തള്ളിപ്പോകാന്നല്ലാതെ അവർക്ക് വേണ്ട ചികിത്സ ശരിക്കും കറക്റ്റായിട്ട് അവർക്ക് ഇതില്ല.
വളരെ മോശമാണ്. ആരോഗ്യനില വളരെ മോശമാണ്. ഇപ്പോൾ ആരോഗ്യമന്ത്രി വന്നിരുന്നു, അവർക്ക് പരാതി കൊടുത്തു, വന്ന് നോക്കാമെന്നൊക്കെ വന്ന് പറഞ്ഞിരുന്നു. അവിടെ മാത്രം വന്നില്ല, മറ്റുള്ള വാർഡുകളൊക്കെ വന്ന് നോക്കിപ്പോയി. ഒരു കുട്ടിയൊരു വീടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പിന്നെ മുഖ്യമന്ത്രിക്ക് ആ വീട് വെച്ചുകൊടുക്കാൻ ഈ പരാതിനെ പറ്റി എന്താ ഏതൊന്നും അന്വേഷിക്കാനോ ഇതൊന്നും മുഖ്യമന്ത്രിക്ക് കൊടുത്തതാണ്. CM പരാതി കൊടുത്തു, ആരോഗ്യമന്ത്രിക്ക് കൊടുത്തു, എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ഒരാൾ ഇതുവരെ മറുപടി തന്നില്ല. സ്റ്റേഷനിൽ പോയിട്ട് പോലീസുകാരും കൂടി FIR ഉള്ള കാര്യം കൂടി ചോദിക്കുന്നില്ല. എന്താ നിങ്ങൾക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് അവസ്ഥ എന്ന് പോലും ചോദിക്കാൻ മഞ്ചേരി സ്റ്റേഷനിൽ, എടക്കര സ്റ്റേഷനിൽ നമ്മളെ സ്റ്റേഷൻ വരെ ഇത് അവിടെ കൊടുത്തപ്പോൾ ഒരു പറഞ്ഞു മഞ്ചേരിയിലാണ് കൊടുക്കേണ്ടി പറഞ്ഞു. എന്നിട്ട് മഞ്ചേരിയിലും അവിടെ ഇത് കേസ് ആക്കിയെടുത്തു. എന്നിട്ട് മഞ്ചേരിക്ക് ഒരു ഫോർവേഡ് ചെയ്ത് പറഞ്ഞു. മഞ്ചേരിയിൽ ഞങ്ങൾ 2-3 ദിവസം വിളിയാണ്. എന്നിട്ട് അവിടെ പോയി നോക്കിയപ്പോൾ അങ്ങനത്തെ ഒരു സാധനം ഇവിടെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഈ ആരോഗ്യവകുപ്പിന് പ്രശ്നം ഉണ്ടായിട്ടുള്ള തരത്തിലൊരു മറുപടിയാണ് DMOക്ക് കൊടുത്തതൊക്കെയാണ് കേൾക്കുന്നത്. എങ്ങനെ അതിപ്പോൾ അവർക്ക് അതിൽ ഓരോ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ DMOക്ക് പരാതി കൊടുക്കാൻ പോയപ്പോൾ DMOത്തെ അടുത്ത ആൾ പറഞ്ഞു, ഓഫീസർ പറഞ്ഞു നിങ്ങൾ പൈസ എന്തെങ്കിലും കൊടുത്തേന്ന് പറഞ്ഞു. പൈസ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾക്ക് അവിടെ പോകേണ്ട കാര്യമില്ല. ഇനി പോയി പൈസ കൊടുക്കാഞ്ഞിട്ടാണ് അവരിപ്പോൾ ഈ അവസ്ഥയിൽ അമ്മമ്മേനെ ആക്കിയിട്ടത് എന്ന് അതിപ്പോൾ തോന്നുന്നുണ്ട് ഞങ്ങൾക്ക്. ഒരു പരാതി ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ 5 സർജറി നമുക്ക് എന്തിനു വേണ്ടി ചെയ്തോ? നരമ്പിന് ഓപ്പറേഷനല്ലല്ലോ ഞങ്ങൾ അവിടെ പോയത്. കാലിൻ്റെ വേദനയ്ക്ക് വേണ്ടി സർജറി ചെയ്യാൻ വേണ്ടി പോയതാണ്. പിന്നെ അതിനെ തുടർന്ന് ഇപ്പോൾ ഈ 5 സർജറി എന്തിനു ചെയ്തു? ഇപ്പോൾ കാലിൻ്റെ അവസ്ഥ കണ്ട വലിയൊരു ഹോള് മാരിക്കാൻ കിടക്കുക. അതിൽ സ്പോഞ്ചും പഞ്ഞൊക്കെ വെച്ച് ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇടയിൽ മര്യാദക്കൊന്നും മുറിയും കൂടിയും കിട്ടുന്നില്ല അവിടെ. അതാണ് ഇപ്പോൾ ഞങ്ങളത്. ഇപ്പോൾ ഈ ആരോഗ്യമന്ത്രി വന്നിട്ട് ഇത് എന്താണ് അവസ്ഥ കൂടി ഒന്ന് മനസ്സിലാക്കിയാണ്ട് എന്താണ് അവസ്ഥ കൂടി ഒന്ന് മനസ്സിലാക്കാത്തത് നല്ലൊരു ഉദ്യോഗസ്ഥരെ പറഞ്ഞു വെച്ചാണ്ട് അവരുടെ അവസ്ഥ അതാണ്, ആരോഗ്യനില എങ്ങനെയാണ് എന്താണെന്നുള്ളതൊന്ന് വന്ന് കണ്ട് അതിന് വേണ്ടി അവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയില്ല എന്തായാലും